രുചിയുടെ മാന്ത്രികത ജനങ്ങളിലേക്ക് എത്തിച്ച് കുടുംബശ്രീ സംരംഭകർ. വൈക്കം കായലോര ബീച്ചിൽ ആരംഭിച്ച കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ സംരംഭ യൂണിറ്റുകളുടെ ഉൽപ്പന്ന വിപണന മേളയും ലൈവ് ഫുഡ് സ്റ്റാളുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും നേതൃത്വത്തിലാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 5 ദിവസങ്ങളിലായാണ് വൈക്കം കായലോര ബീച്ചിൽ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള ആരംഭിച്ചത്. വിവിധ യൂണിറ്റുകളുടെ രുചികരമായ വിഭവങ്ങളും തനതുൽപ്പന്നങ്ങളും ലൈവ് ഫുഡ് സ്റ്റാളുകളും മേളയിലുണ്ട്. മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, ബാലസഭാ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. കൂടാതെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ഉൽപ്പന്ന വിപണന മേളയും ഉണ്ടാകും. ഫെബ്രുവരി 11-നാണ് ഭക്ഷ്യമേള സമാപിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിന്ദു നിർവഹിച്ചു. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ DMC അഭിലാഷ് കെ ദിവാകർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KR ശൈലകുമാർ, രമേശ് പി ദാസ്, വൈക്കം നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ്, നഗരസഭാ കൌൺസിലർമാരായ N അയ്യപ്പൻ, സിന്ധു സജീവൻ, ബിന്ദു ഷാജി, S ഹരിദാസൻ നായർ, B രാജശേഖരൻ, അശോകൻ വെള്ളവേലി, R സന്തോഷ്, ലേഖ ശ്രീകുമാർ, രാജശ്രീ വേണുഗോപാൽ, PD ബിജിമോൾ, വൈക്കം നഗരസഭ കുടുംബശ്രീ ചെയർപേഴ്സൺ സൽവി ശിവദാസ്, മറവൻതുരുത്ത് CDS ചെയർപേഴ്സൺ ബിന്ദു സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളായ നമ്മളോട് അതിനെക്കുറിച്ച് ആരും ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കഴിവുകൾ, അത് കൈപുണ്യം, അതിവിടെ നമുക്ക് കാണിക്കാൻ ഒരു അവസരം കൂടിയാണ്. നിങ്ങളുടെ ആ കൈപുണ്യം മുഴുവനായിട്ട് ഇവിടെ വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കുടുംബശ്രീ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഒരു ഫുഡ് എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അത് ടേസ്റ്റ് ഉള്ളതായിരിക്കുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ. ഏറ്റവും മൂർത്തവും സ്നേഹനിബിഡവുമായിട്ടുള്ള കലാ പ്രോഗ്രാമുകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് വൈക്കത്തെ സ്ത്രീ സമൂഹം പുതിയ ഒരു ഉയർത്തെഴുന്നേലേക്ക് പോവുക. തീർച്ചയായും നമുക്ക് ഇത് ശ്രവിക്കുന്നതിനും ഇത് കാണുന്നതിനും ഇവിടെ തയ്യാറാക്കുന്ന രുചികരമായ ഭക്ഷണങ്ങളുടെ അത് സ്വാദ് ആസ്വദിക്കുന്നതിനുമൊക്കെയായി അനവധി പേർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. നല്ല ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മളിത് നടത്തുവാൻ പ്രേരിപ്പിച്ചൊരു ഘടകം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചെങ്ങന്നൂർ നടന്നിട്ടുള്ള സരസ് മേളയുടെ ഒരു മഹത്തായ വിജയമായിരിക്കും. അതെ, ഫുഡ് ഫെസ്റ്റിന് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ ജില്ലയിൽ ഇതാദ്യമായിട്ടാണ് വൈക്കത്ത് നടത്തുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു വിജയമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വിജയമാണ് നമ്മുടെ ജില്ലയിൽ ഇനിയുള്ള ഫുഡ് ഫെസ്റ്റിൻ്റെ ഏത് രീതിയിൽ നടത്തണമെന്ന് നമ്മൾ ആലോചിക്കുക. തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു വിജയമുണ്ടാകണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വേദിയായ ഒരു മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ. എനിക്ക് വളരെ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. കുടുംബശ്രീ കേരളത്തിൽ ആവിർഭവിച്ച കാലത്ത്, വൈക്കത്ത് ആവിർഭവിച്ച കാലത്ത് അന്ന് മുനിസിപ്പൽ കൗൺസിലറാകാൻ സാധിച്ച അപൂർവ ആളുകളിൽ ഒരാളാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, വൈക്കം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.